വിശ്വാസ ജീവിത യാത്രയിൽ യേശുവൻ പാദങ്ങൾ നേർവഴി നടത്തിടുന്നു. ആഗമനകാലം ഒരു കാത്തിരിപ്പാണ്. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ക്രിസ്തുവിൻ്റെ ജന്മത്തിരുനാളിന് വേണ്ടി, ആ ഒരു ജന്മത്തിരുനാൾ നമുക്ക് നൽകുന്ന പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അങ്ങനെ കാത്തിരുന്ന ഒരു ജനതയ്ക്ക് പൊൻകിരണം പോലെ പിറന്നതാണ് ക്രിസ്തു. ഈ ക്രിസ്തു പിറന്നു വീഴുന്ന ഈ കാത്തിരിപ്പിന് വിരാമമിടുമ്പോൾ ഇതിന് വഴിതിരിച്ച കുറേ മനുഷ്യരുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരാളാണ് സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാൻ ലോകത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. ലോകത്തിന് ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ക്രിസ്തു, ഇവനാണ് ലോകത്തെ രക്ഷിക്കാൻ വന്നവൻ, സ്വർഗരാജ്യം സ്ഥാപിക്കാൻ വന്നവൻ. അങ്ങനെ ലോകത്തിന് മുമ്പിൽ, ഒരു കാത്തിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്ത ദൗത്യം സ്നാപയോഹന്നാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവിതം അത്ര ചെറുതൊന്നുമല്ല. ഈ ആഗമനകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാത്തിരിപ്പാണ്. പക്ഷേ ഒരു കാത്തിരിക്കുന്ന ജനതയായി മാത്രം ചുരുങ്ങിപ്പോകേണ്ടവരല്ല നമ്മൾ. കാത്തിരിക്കുന്ന വലിയൊരു ജനതയ്ക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആഗമനകാലത്തിൽ നമ്മുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നാപയോഹന്നാൻ്റെ റോളായിരിക്കണം. കാത്തിരിക്കുന്ന ഒരു ജനതയ്ക്ക്, ക്രിസ്തുവിനെ അറിയാത്തൊരു ജനതയ്ക്ക്, ക്രിസ്തുവിനെ മനസ്സിലാകാതെ പോകുന്ന ജനതയ്ക്ക്, ക്രിസ്തുവിനെ ഇഷ്ടമില്ലാത്തൊരു ജനതയ്ക്ക്, വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നൊരു ജനതയ്ക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കണം. അതാണ് ഈ ആഗമനകാലത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു റോള്. ഈ റോളിനെ കുറിച്ചാണ് നമ്മളന്ന് ചിന്തിക്കുന്നത്. അതാണ് സഭയുമെന്ന് ഓർമ്മിപ്പിക്കുന്നത് സ്നാപയോഹന്നാൻ്റെ ജീവിതം. ക്രിസ്തുവും സ്നാപയോഹന്നാനും തമ്മിലുള്ള ബന്ധം അത് ഒരു പരസ്യ ജീവിത കാലഘട്ടത്തിൽ ആരംഭിച്ചതൊന്നുമല്ല. അമ്മമാരുടെ ഉദരത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവർ പരസ്പരം അറിഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സ്നാപയോഹന്നാൻ തുള്ളിച്ചാടിയതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പരസ്യജീവിതത്തിലേക്ക് ക്രിസ്തു എത്തുന്നു, സ്നാപയോഹന്നാനും എത്തുന്നു. എത്തുന്ന അവസരത്തിൽ സ്നാപയോഹന്നാനെ നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ക്രിസ്തുവാണോ? അല്ല എന്ന് അവൻ വ്യക്തമായി പറഞ്ഞു. എങ്കിൽ പിന്നെ നീ ഏലിയാണോ എന്നൊരു ചോദ്യമായിരുന്നു. അവിടെ പറഞ്ഞു, ഒട്ടുമല്ല. പ്രവാചകന്മാരിൽ ഒരുവനാണ്? അല്ലേ അല്ല. വീണ്ടും അവർ അവനോട് ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ വെറും ശബ്ദമാണ്. കയ്യടിയോ ആഡംബരമോ പ്രശംസയോ ഒന്നും ആഗ്രഹിക്കാത്ത വെറുമൊരു ശബ്ദമാണ് ഞാൻ. അതാണ് സ്നാപയോഹന്നാൻ തന്നെ വ്യക്തമാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി. ആ ശബ്ദത്തിന് ജനങ്ങളോട് എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത്? അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വായിക്കുന്നത്. ആ ശബ്ദത്തിന് പറയാൻ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത്, അവൻ്റെ പാത നിങ്ങൾ നേരെയാക്കുവിൻ. ക്രിസ്തുവിനെ ജീവിതത്തിൽ ഗൗരവത്തോടെ നോക്കിക്കാണുക എന്നാണ് ഇതിനർത്ഥം. സ്നാപയോഹന്നാൻ ക്രിസ്തുവിനെ കുറച്ചും കൂടി ജീവിതത്തിൽ ഗൗരവത്തോടെ കണ്ടതാണ്. ടേക്ക് ക്രൈസ്റ്റ് സീരിയസ്ലി. എന്ത് വിലയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിന് കൊടുക്കുന്നു എന്ന് വലിയൊരു ചിന്ത ഈ ഒരു വാക്കിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അവൻ്റെ പാതകളൊക്കെ നേരെയാക്കി ആ ക്രിസ്തുവിനെ ബോധ്യത്തിലെടുക്കുന്നവരൊക്കെ ഇനി മുതൽ വഴിയിലൊക്കെ വെളിച്ചമായി നിൽക്കണം. ഓരോ മനുഷ്യർക്കും ക്രിസ്തുവിൻ്റെ പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ, ഓരോ മനുഷ്യർക്കും ക്രിസ്തുവിൻ്റെ പാത കാണിച്ചു കൊടുക്കുവാൻ കുറച്ചും കൂടി വഴിവിളക്കാകാൻ വേണ്ടി തെളിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇനി നിങ്ങൾ അവൻ്റെ പാതകൾ നേരെയാക്കണം. ഈ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാതെ പോകുന്ന മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ ഈ ജീവിതത്തിനിടയിൽ എവിടെയെങ്കിലും ഒരുക്കി എടുത്തു വെച്ച് സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഈ ശബ്ദം പറയുന്ന ചില കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠം അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായി സ്നാപയോഹന്നാൻ എന്ന ശബ്ദത്തിന് നമ്മളോട് പറയാനുള്ളത്, താഴ്വരകളൊക്കെ നിങ്ങൾ നികത്തണം. കുറവുകളുള്ള ജീവിതമൊക്കെ ഇനി ഉണ്ടാകാൻ പാടില്ല. കുറവുകളൊക്കെ നിറവുകളായി മാറണം, ബലഹീനതകളൊക്കെ ബലമായി മാറണം. അങ്ങനെ ഈ താഴ്വരകളൊക്കെ ഇനി നികത്തപ്പെട്ട് എല്ലാം സമതലമായി മാറണം. വിശുദ്ധി എന്നൊരു സമതലം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ കെട്ടുറപ്പുകൊണ്ട് നിർത്തണം. അതിനപ്പുറത്തേക്ക് കയറ്റവും ഇറക്കമൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ഈ കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടാകേണ്ടത് സാധാരണക്കാർക്കാണ്, അല്പവിശ്വാസികൾക്കാണ്. ഒരാഴമായ പാരമ്പര്യ വിശ്വാസത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധരുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ മരിച്ചതിന് ശേഷം അവർ ജീവിച്ച ടൈം സ്പാൻ മുഴുവൻ ഇങ്ങനെ എടുത്തു നോക്കി അതിലൊരു കുറവുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം, അല്ലെങ്കിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നികത്തിയതിനെ ഓർത്ത് സഭ പ്രഖ്യാപിക്കുന്നതാണ് വിശുദ്ധരെന്ന് പറയുന്നത്. ഈ നികത്തപ്പെട്ടവരാണ്, പിന്നീട് ആ നികത്തലിനെ കൃത്യമായി കാത്തുസൂക്ഷിച്ചവരാണ് വിശുദ്ധർ. പ്രിയമുള്ളവരെ, ഈ ആഗമനകാലത്ത് സ്നാപയോഹന്നാൻ എന്ന ശബ്ദം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ, താഴ്വരകളൊക്കെ നികത്തണം, പാപങ്ങളൊന്നും ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കണം. മൂന്നാമതായിട്ട്
പരുപരുത്തവയ്ക്ക് മൃദുലമാക്കപ്പെടണം. ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കണം. എന്തൊക്കെയാണോ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അതെല്ലാം തിരിച്ചു പിടിക്കണം. ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളായിക്കൊള്ളട്ടെ, ആനന്ദങ്ങളായിക്കൊള്ളട്ടെ, പുണ്യങ്ങളായിക്കൊള്ളട്ടെ, പ്രാർത്ഥനകളായിക്കൊള്ളട്ടെ, എന്തൊക്കെയാണോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് അതിനൊക്കെ തിരിച്ചു പിടിക്കണം. ഈ പരുപരുത്തവ എന്ന് നാം ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നതൊക്കെ പഴയതുപോലെ മൃദുലമാക്കപ്പെടണം. ഇതാണ് സ്നാപയോഹന്നാൻ എന്നുള്ള ശബ്ദത്തിന് ഈ ആഗമനകാലത്തിൽ നമ്മളോട് പറയാനുള്ളത്. നമ്മുടെയും ഉത്തരവാദിത്വം ഇതുതന്നെയാണ്, ഈ ശബ്ദമായി മാറുക, പല മനുഷ്യരുടെയും ജീവിതത്തിൽ ഇടപെടുക, ആ ഇടപെടൽ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നതാകുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ ജീവിത യാത്രയിൽ യേശുവൻ പാദങ്ങൾ നേർവഴി നടത്തിടുന്നു. നാളെയെ ഓർത്തൊന്നും വ്യസനങ്ങളില്ലാതെ എന്നെ എന്നും നീ തുണച്ചിടുന്നു. എല്ലാം എനിക്കായി കരുതിടുന്നു. വിശ്വാസ ജീവിത യാത്രയിൽ യേശുവൻ പാദങ്ങൾ നേർവഴി നടത്തിടുന്നു. നാളെയെ ഓർത്തൊന്നും വ്യസനങ്ങളില്ലാതെ എന്നെ എന്നും നീ തുണച്ചിടുന്നു. എല്ലാം എനിക്കായി കരുതിടുന്നു. ഇന്നോളമെൻ്റെ ജീവിത നൗകയിൽ അമരത്തു നിൽക്കാൻ നീ കൂടെ വന്നു. ഇന്നോളമെൻ്റെ ജീവിത നൗകയിൽ അമരത്തു നിൽക്കാൻ നീ കൂടെ വന്നു. ആടാതെ ഉലയാതെ തോണി മറിയാതെ ആഴിയിൽ മുങ്ങാതെ നീ കാത്തിടുന്നു. ആടാതെ ഉലയാതെ തോണി മറിയാതെ ആഴിയിൽ മുങ്ങാതെ നീ കാത്തിടുന്നു. അക്കരയ്ക്കെത്തുവാൻ തുണച്ചിടുന്നു. വിശ്വാസ ജീവിത യാത്രയിൽ യേശുവൻ പാദങ്ങൾ നേർവഴി നടത്തിടുന്നു. നാളെയെ ഓർത്തൊന്നും വ്യസനങ്ങളില്ലാതെ എന്നെ എന്നും നീ തുണച്ചിടുന്നു. എല്ലാം എനിക്കായി കരുതിടുന്നു. ആകുലനാകേണ്ട, നാളത്തെ ദിനം നിന്നെ കാത്തുകൊള്ളും. നാളെയെ ഓർത്തു നീ ആകുലനാകേണ്ട, നാളത്തെ ദിനം നിന്നെ കാത്തുകൊള്ളും. ആ ദിവ്യവചനമെൻ ഹൃദയത്തിനുള്ളിൽ ഉറപ്പിക്കുവാനായി ഞാൻ കേണിടുന്നു. ആ ദിവ്യവചനമെൻ ഹൃദയത്തിനുള്ളിൽ ഉറപ്പിക്കുവാനായി ഞാൻ കേണിടുന്നു. വിശ്വാസമോടെ
ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിത യാത്രയിൽ യേശുവൻ പാദങ്ങൾ നേർവഴി നടത്തിടുന്നു. നാളെയെ ഓർത്തൊന്നും വ്യസനങ്ങളില്ലാതെ എന്നെ എന്നും നീ തുണച്ചിടുന്നു. എല്ലാം എനിക്കായി കരുതിടുന്നു.